ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിനെ കുറിച്ചാണ്. ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസാണ്. നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലുള്ള തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ്, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, എനർജി, അതുപോലെ CV, NCP, ഇതുപോലത്തെ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് വെച്ചിട്ടാണ്. അതായത് തെർമോഡൈനാമിക് അപ്രോച്ച് വെച്ചിട്ടല്ല, പകരം സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. ഒരു മോണോ ആറ്റോമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ്, അതായത് പാർട്ടിക്കിൾസ് തമ്മിൽ പരസ്പരം ഒരു ഇൻട്രാക്ഷൻ ഇല്ല എന്നുള്ളൊരു കൺസിഡറേഷൻ. മാത്രമല്ല, പാർട്ടിക്കിൾസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ദർ ഇസ് ഇറസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ഓരോ പാർട്ടിക്കിൾസിനുള്ളത്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ സിസ്റ്റത്തിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നോൺ ഇൻട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾസും, അതുപോലെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് പാർട്ടിക്കിൾസുമായിട്ടുള്ള ഒരു കൺസിഡറേഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ ഒരു കൺസിഡറേഷനിലൂടെ നമുക്ക് ഇതിൻ്റെ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്, മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് NeV. അപ്പോൾ ഇതിൻ്റെ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫങ്ഷനായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു സ്പേഷ്യൽ കോറിലേഷൻ ഇല്ല എന്നാണ് ഇതിൽ നമ്മൾ വ്യക്തമാക്കുന്നത്. അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പാർട്ടിക്കിൾസിനെ ഒക്യുപ്പൈ ചെയ്യാനുള്ള വോളിയം എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിക്കിൾ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കോറിലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കേസിലുള്ള മൈക്രോസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ വോളിയത്തിന് പ്രൊപ്പോർഷണലായിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ആ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ കൺസിഡറേഷൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു V⁻n എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതായത് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു സ്പേഷ്യൽ കോറിലേഷൻ ഇല്ല എന്നുള്ളൊരു മീനിങ്ങിൽ നിന്ന് നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വോളിയത്തിന് പ്രൊപ്പോർഷണലായിരിക്കും. മാത്രമല്ല, അതിൻ്റെ പവർ എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒമേഗ ഈക്വൽ ടു V⁻n എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു V⁻n ആണെങ്കിൽ അക്കോർഡിംഗ് ടു Boltzmann relation, x is equal to k ln omega, that is equal to k into ln omega is equal to V⁻n, then x is equal to nk ln v. അപ്പോൾ x is equal to nk ln v എന്ന് നമുക്ക് പറയാം. അക്കോർഡിംഗ് ടു റിലേഷൻ ഓഫ് പ്രഷർ P/T is equal to dou S divided by dou V at constant number of particles and energy. ഇത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതായിരുന്നു. പ്രഷർ ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു P/T is equal to dou S divided by dou V, where S is equal to entropy, that is given nk ln V. So dou divided by dou V nk ln V at constant number of particles and energy. So that is P/T is equal to n is a constant that's be taken as outside. K is a Boltzmann constant, also can taken out. Dou divided by dou V ln V, that is equal to 1/V. From this PV is equal to nkt. This equation is called the ideal gas equation. PV is equal to nkt. അപ്പോൾ നമുക്ക് ഒരു പ്രഷർ, ഇതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So from this equation we can calculate the pressure or volume or temperature. ഇനി ബാക്കിയുള്ള തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് നമുക്ക് കാണണമെങ്കിൽ
നമുക്ക് മൈക്രോസ്റ്റേറ്റിൻ്റെ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ഈ ഒമേഗ എന്ന് പറയുന്നത് എന്നിനെയും ഇനെയും വിനെയും എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസിഡറേഷൻ നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമാണ് മറ്റുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതായത് ടോട്ടൽ നമ്പർ ഓഫ് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു NI എപ്സിലോൺ I. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സിഗ്മ NI എന്നുള്ളൊരു കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഒബേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എപ്സിലോൺ I എന്നുള്ള ഒരു റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അതെന്ന് പറഞ്ഞാൽ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ എനർജിയാണ്. അതിൻ്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിലായിരുന്നു. h² ഡിവൈഡഡ് ബൈ 8mv⁴ ns² പ്ലസ് ny² പ്ലസ് nz². ഇതൊരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസിലുള്ള ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജിയുടെ വാല്യൂ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് എപ്സിലോൺ I ഈക്വൽ ടു h² ഡിവൈഡ് ബൈ 8mv⁴ ns² പ്ലസ് ny² പ്ലസ് nz². ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ എനർജിയാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഈക്വൽ ടു ഒരു ഡിസ്ക്രീറ്റ് ആണെങ്കിൽ, ഒരു ഡിസ്ക്രീറ്റ് കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞത് സിഗ്മ I എപ്സിലോൺ I എന്നതായിരിക്കും. സോ ഇതിൽ നിന്ന് സിഗ്മ I എപ്സിലോൺ I എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റിലേഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് h² ഡിവൈഡ് ബൈ 8mv⁴ ns² പ്ലസ് ny² പ്ലസ് nz². ദിസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, എനർജി. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എനർജിയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. പക്ഷേ നമ്മളിവിടെ ടോട്ടൽ എനർജി നമ്മൾ കണ്ടു, ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി നമ്മൾ കണ്ടു. അതായത് ഒരു പാർട്ടിക്കിൾ ആയിരിക്കുന്ന സമയത്തുള്ള ടോട്ടൽ എനർജിയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മളൊരു 3n പാർട്ടിക്കിൾസ് ഉണ്ട്, ഫോർ n പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 3n ആയിരിക്കും. നമ്മളിവിടെ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് 3 ആണ്. അപ്പോൾ nx ny nz എന്ന് കൊടുത്തു. നമ്മളൊരു n പാർട്ടിക്കിളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് മോണോ അറ്റോമിക് എന്നുള്ളൊരു കൺസിഡറേഷൻ ഒഴിവാക്കി നമ്മൾ പോളി അറ്റോമിക് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ടുവരാണെങ്കിൽ, അതിൽ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ള കൺസിഡറേഷൻ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി ഇൻക്രീസസ് ടു 3n ഫ്രം 3. സോ നമുക്ക് ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ I starting from 1 to 3n h² divided by 8mv⁴ nr². r എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളോട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി. അപ്പോൾ ഒരു n പാർട്ടിക്കിളുള്ള ഒരു സിസ്റ്റമായിട്ടാണ് നമ്മളിവിടെ കൺസിഡറേഷൻ ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് വി ഗോട്ട് സിഗ്മ r 3n h² divided by 8mv⁴ nr², that is equal to E. From this sigma r nr² is equal to, ഇതിലൊന്നും ആറിൻ്റെ വേരിയബിൾ ഇല്ല, ബാക്കിയുള്ള എല്ലാ ടൈമിലും നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8mv⁴ E ഡിവൈഡഡ് ബൈ h² എന്നുള്ളൊരു വാല്യൂ കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു E സ്റ്റാർ. നമ്മൾ E സ്റ്റാർ എന്നുള്ളൊരു നൊട്ടേഷൻ നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്? അസ്യൂം കൊടുക്കുകയാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ എ. അപ്പോൾ സിഗ്മ r nr² is equal to 8mv⁴ E divided by h², that is equal to E സ്റ്റാർ. ഈ ഇക്വേഷനിൽ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്രോസ്റ്റേറ്റ് ഓഫ് ദ ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് NeV എന്നുള്ളത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പോസിറ്റീവ് ഇൻ്റഗ്രൽ ഓഫ് സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം. അതായത് ഈ ഇക്വേഷനിലെ പോസിറ്റീവ് ഇൻ്റഗ്രലായിട്ടുള്ള സൊല്യൂഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്.
So it is discovered the number of microstage would be equal to the number of independent positive integral solution of the system. അപ്പോൾ നമുക്ക് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവ് ഇൻറ്റഗ്രലുള്ള ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് വോളിയത്തിനെയും എനർജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് v⁴ എന്നുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ടേംസിലായിരിക്കും ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്. അതായത് മൈക്രോസ്റ്റേറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ v⁴. സോ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഫ്രം ദിസ് ഒമേഗ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു v⁴ എന്നുള്ള ഒരു നൊട്ടേഷനിലേക്ക് എത്തി. സോ ദ എൻട്രോപ്പി ക്യാൻ ബി റിട്ടൺ ആസ് k ln ഒമേഗ, ദറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് n v⁴ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനൊരു അഡീഷണലായിട്ട് നമ്മൾ പറയുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ എൻട്രോപ്പി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും v⁴ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും v⁴ എന്നുള്ളത്. അതായത് ഈ ഒരു റിലേഷൻ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു പ്രൂഫ് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ എൻട്രോപ്പിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ v⁴ എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫ്രം ദിസ് ഇക്വേഷൻ, ഫ്രം ദിസ് പ്രഷർ ക്യാൻ ബി റിട്ടൺ ആസ് -∂E / ∂V. നമ്മൾ ചെയ്ത് വെച്ചതായിരുന്നു കഴിഞ്ഞ സെക്ഷനിൽ തെർമോഡൈനാമിക്സിൻ്റെ വാല്യൂസ് കണ്ട സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ -∂E / ∂V എന്നുള്ള റിലേഷൻ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു v⁴ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാണ്. സോ ഫസ്റ്റ് വാല്യൂ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു 2/3 v⁻⁻1/3 that is equal to a constant. Sorry, but this is dv. ഓക്കെ, ഇനി ഞാൻ എനർജിൻ്റെയും ഇതിൻ്റെയും വാല്യൂ ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്. സോ നമുക്ക് എങ്ങനെ കിട്ടും, 2/3 v⁻⁻1/3 e dv is equal to -v⁴ de എന്ന് എഴുതാം. ഫ്രം ദിസ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, -∂E / ∂V ആണ്. അപ്പോൾ ഇവിടെ -∂E / ∂V, ഈ ഡോവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ∂E / ∂V is equal to -v⁻⁴. ഇതിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ v⁻⁻1/3 വരും ഇൻറ്റു 3/2. ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ v⁻⁴ ഉണ്ട്, v⁻⁻1/3 ഉണ്ട്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് v⁻⁴ + 1/3 v⁻. ഓക്കെ, തെറ്റിപ്പോയി. നമുക്ക് ∂E / ∂V ആണ് കാണേണ്ടത്. അപ്പോൾ ∂E / ∂V കാണാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ 2/3 v⁻⁻1/3 v⁻2/3 എന്നുള്ള റിലേഷനിലേക്ക് നമുക്ക് എത്തും ഇൻറ്റു ഇ. ഫ്രം ദിസ് 2/3 നെഗറ്റീവ് ഉണ്ടാവും, മൈനസ് ഈ നെഗറ്റീവ് ഉണ്ടാവും, E /V. ∂E / ∂V എന്ന് പറഞ്ഞാൽ -P ആണ്. സോ ഫ്രം ദിസ് പ്രഷർ is equal to 2/3 E /V. ഇതൊരു അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിലുള്ള പ്രഷറിൻ്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ദ പ്രഷർ ഓഫ് ദ ഗിവൺ സിസ്റ്റം ഫോർ എ നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു ദ
2/3 ഓഫ് ഇറ്റ്സ് എനർജി ഡെൻസിറ്റി. E/V എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റിയാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസിൻ്റെ കേസിലുള്ള പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഓഫ് എനർജി ഡെൻസിറ്റി. 2/3 എനർജി ഡെൻസിറ്റിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ പ്രഷർ is equal to 2/3 E/B. From this equation P is equal to 2/3 E/V. We have V raised to 2/3 is equal to a constant. From this E is equal to V raised to minus 2/3. ഓക്കെ, അപ്പോൾ എനർജിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, V raised to minus 2/3 എന്നുള്ള വാല്യൂ കൊടുക്കാം, ഡിവൈഡ് ബൈ V, ദാറ്റ് ഈസ് ഈക്വൽ ടു P is equal to 2/3. ഇവിടെ V raised to minus 2/3 ഉണ്ട്, ഇവിടെ V raised to 1 ഉണ്ട്. സോ വി ക്യാൻ ഗെറ്റ് V raised to minus 5/3. V raised to minus 5/3 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് PV raised to 5/3 is equal to a constant എന്ന് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ഫെമിലിയർ ടു ദ PV raised to gamma is a constant. ഇപ്പോൾ ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിലുള്ള തെർമോഡൈനാമിക്കിൻ്റെ റിലേഷനാണ് PV raised to gamma is equal to a constant എന്നുള്ളത്. അത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. സോ ഈ ഒരു റിസൾട്ട്, അതായത് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് V raised to 2/3 E എന്നുള്ള ഒരു വാല്യൂവിന് പ്രൊപ്പോർഷണലാണ് എന്നുള്ളത് നമുക്ക് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, അത് പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിലുള്ള റിലേഷനാണ് PV raised to gamma. അത് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫ്രം ദിസ് റിലേഷൻ. ഈ റിലേഷൻ നമ്മൾ കൊണ്ടുവന്നത് ദിസ് വൺ. സോ ഈ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡ് കറക്റ്റാണെന്നുള്ളത് ഓൾഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റി. അപ്പോൾ ദ മൈക്രോസ്റ്റേറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ദ മൈക്രോസ്റ്റേറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വോളിയം ആൻഡ് എനർജി, ആൻഡ് കറക്റ്റ് റിസൾട്ട് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് V raised to 2/3 into E എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൈക്രോസ്റ്റേജിൻ്റെ ഇവാലുവേഷനിലേക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ കാണുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നത്. ഇവാലുവേഷൻ ഓഫ് മൈക്രോസ്റ്റേറ്റ്, ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ തന്നെ ഇവാലുവേഷൻ ഓഫ് മൈക്രോസ്റ്റേറ്റാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂഡ് സൊല്യൂഷന് ഈക്വലൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്ന മൈക്രോസ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനൊരു ഹൈപ്പർ ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു ഹൈപ്പർ ഷെല്ല്, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് √E* എന്നുള്ള ഒരു റേഡിയസ് ഉള്ള ഒരു ഹൈപ്പർ ഷെല്ല് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. E* നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു റിലേഷൻ എന്നുള്ളത്. സോ അതിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 8m V raised to 2/3 E ഡിവൈഡഡ് ബൈ h². അപ്പോൾ ഈ ഒരു റേഡിയസ് ഉള്ള ഒരു ഹൈപ്പർ ഷെല്ല് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇയർ NX NY NZ 3 ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. NX NY NZ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേഡിയസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു √E*. അപ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ സൊല്യൂഷനാണ് നമ്മളെ മൈക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അതിന് ഞാൻ സിഗ്മ എന്നുള്ളൊരു നൊട്ടേഷൻ നമ്മൾ കൊടുക്കുകയാണ്. സിഗ്മ ഇസ് ഡിനോട്ടഡ് ആസ്, സിഗ്മ എന്ന് പറയുന്നത് E*ൻ്റെ ടേംസിലാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻ്റഗ്രൽ ലാറ്റിസ് പോയിൻ്റ് lying on or within the surface of a 3n dimensional sphere of radius r is equal to √E*. അതായത് ഈ കാണുന്നൊരു ഹൈപ്പർ ഷെല്ല്, ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് ആയിട്ടുള്ള എനർജിയാണ്. ഈ ഒരു സർഫസിലോ അല്ലെങ്കിൽ ഈ സർഫസിനകത്തോ ഉള്ള, അതായത് പറയുന്നത് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻ്റഗ്രൽ ലാറ്റിസ് പോയിൻറ്റ് ലൈൻ ഓൺ ഓർ വിത്തിൻ ദ സർഫസ് ഓഫ് 3n ഡയമെൻഷനൽ സ്പിയർ ഓഫ് റേഡിയസ് r is equal to √E*.
അപ്പോൾ ഈ ഒരു സർഫസിലോ ഓൺ ദ സർഫസ് അല്ലെങ്കിൽ വിത്തിൻ ദ സർഫസ്, അപ്പോൾ ഓൺ ദ സർഫസിലോ അല്ലെങ്കിൽ വിത്തിൻ ദ സർഫസിലോ ആയിട്ടുള്ള നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻ്റഗ്രൽ ലാറ്റിസ് പോയിൻ്റ്, അതായത് ഈ 3n ഡയമെൻഷനിൽ വരുന്ന പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ അല്ലെങ്കിൽ വാല്യൂ, ആ വാല്യൂ ആണ് നമ്മൾ മൈക്രോ സ്റ്റേറ്റ് ആയിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്, ദറ്റ് സിഗ്മ. അപ്പോൾ നമുക്ക് ഒരു മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിഗ്മ സീക്വൽ ടു, ഇത് മൈക്രോ സ്റ്റേറ്റിൻ്റെ ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്, ഇത് സമ്മേഷനാണ്. അപ്പോൾ സമ്മേഷൻ എന്ന് പറയുന്നത് ഇ പ്രൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സർഫസ്, അതിനാണ് നമ്മൾ ഇക്വാലൻ്റ് എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സർഫസിനെ എനർജിനേക്കാൾ കുറവ്, അതായത് വിത്തിൻ ദ സർഫസ്, ദെൻ മൈക്രോ സ്റ്റേറ്റ് NVE. ഇതും ഡിപ്പെൻഡ് ചെയ്യുന്നത് NVE എന്നുള്ള വാല്യൂവിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്മ എന്നുള്ളൊരു നൊട്ടേഷൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അതായത് ഓൺ ദ സർഫസോ അല്ലെങ്കിൽ വിത്തിൻ ദ സർഫസോ ആയിട്ടുള്ള ഒരു 3n ഡയമെൻഷണൽ സ്പിയറിലുള്ള പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ ഒക്യൂർ ചെയ്യുന്ന ഭാഗം, ആ ഭാഗത്തിനാണ് നമ്മൾ സിഗ്മ എന്നുള്ളൊരു നൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ അപ്പോൾ ഒരു ഹൈപ്പർ ഷെല്ലിൻ്റെ കേസിലുള്ള വോളിയം നമുക്ക് കാണണം. അതൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. അതായത് ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറഞ്ഞത് ഇത് 3n ഡയമെൻഷനിലുള്ളൊരു വോളിയമാണ്. കാരണം NX, NY, NZ വരുന്നുണ്ട്, N പാർട്ടിക്കിൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതൊരു ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. ദാറ്റ് ഈസ് π⁻3n/2 r⁻3n ഡിവൈഡഡ് ബൈ 3n/2 ഫാക്ടോറിയൽ. ഇതാണ് ഒരു 3n ഡയമെൻഷനിലുള്ള ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത്. 3n ഡയമെൻഷനിലുള്ള ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം. ഈ വോളിയം എന്ന് പറഞ്ഞാൽ ഈ സർഫസ് അടക്കം വരുന്ന ഭാഗമാണ്, അതിൻ്റെ വോളിയമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വോളിയത്തിൻ്റെ അകത്ത് ഈ NXും NYയും NZും പോസിറ്റീവ് വാല്യൂസ് വരുന്നു, മൂന്നും പോസിറ്റീവ് ആവണം. ആ മൂന്നും പോസിറ്റീവ് ആയിട്ട് വരുന്ന ഭാഗം, ആ ഭാഗമാണ് നമ്മൾ സിഗ്മ എന്നുള്ള നൊട്ടേഷൻ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ NXും NYയും NZും മൂന്നും പോസിറ്റീവ് ആവണമെങ്കിൽ ഈ വോളിയത്തെ അല്ലെങ്കിൽ ഈ ഷെല്ലിൻ്റെ എത്ര ഭാഗമായിരിക്കും അല്ലെങ്കിൽ എത്ര പോർഷനായിരിക്കും ഇതിൽ മൂന്ന് ടേംസും പോസിറ്റീവായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, NXും NYയും NZും. അപ്പോൾ ഫസ്റ്റ് മൂന്നും പോസിറ്റീവ് ആവുന്ന രീതിയിൽ വരും, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ്, ഇതുപോലെ നെഗറ്റീവ് നെഗറ്റീവ്. ഇങ്ങനെ മൊത്തം 8 ചാൻസാണ് അതിൽ വരുന്നത്, അല്ലെങ്കിൽ 8 കോമ്പിനേഷനാണ് അതിൽ വരുന്നത്. അതിൽ ഒരു ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, 3 ടേംസും പോസിറ്റീവായിട്ട് വരുന്നത്. സോ നമുക്ക് പറയാം ആ ഒരു ഹൈപ്പർ ഷെല്ലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈപ്പർ ഷെല്ല്, ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ 1/8 പോർഷൻസ് മാത്രമാണ് പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ വരുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. അത് കണ്ടുപിടിച്ചത് ഈ രീതിയിലാണ്. അതായത് 8 കോമ്പിനേഷനാണ് വരുന്നത്, NXും NYയും NZൻ്റെയും. അതിൽ ഒരു കോമ്പിനേഷനിൽ മാത്രമാണ് 3 ടേംസും പോസിറ്റീവായിട്ട് വരുന്നത്. സോ ഈ ഒരു സർഫസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈപ്പർ ഷെല്ലിൻ്റെ 1/8 പോർഷൻ മാത്രമാണ് 3 ടേംസും പോസിറ്റീവായിട്ട് വരുന്നത്. സോ ആ ടേംസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിഗ്മ ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ ഈസ് എ ഫങ്ഷൻ ഓഫ് NEV എന്ന് പറയുന്നത്. നമ്മളെ വോളിയം എന്തായിരുന്നു, V3n ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ ഇതാണ്, π⁻3n/2 r⁻3n ഡിവൈഡഡ് ബൈ 3n/2 ഫാക്ടോറിയൽ. ഇത് മൊത്തം ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയമാണ്. നമുക്ക് സിഗ്മ എന്ന് പറഞ്ഞത് പോസിറ്റീവ് ഇൻ്റഗ്രൽ സൊല്യൂഷൻ വരുന്ന ഭാഗം മാത്രമാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. അത് അതായത് N പാർട്ടിക്കിൾസ് ഉണ്ടായത് കൊണ്ട് തന്നെ അതിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ N ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിഗ്മ N,E,V എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 n π⁻3n/2 r⁻3n ഡിവൈഡ് ബൈ 3n/2 ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്മ NEV എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 എന്ന് പറയുമ്പോൾ 2⁵. ഓക്കെ,
അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, 2³ നമുക്ക് ആ രീതിയിൽ എഴുതാം. സോ 1/2 all raised to n pi⁵n/2 r⁵3n divided by 3n/2 factorial എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2⁵3 all⁵n എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അതുപോലെ ആറിൻ്റെ വാല്യൂ r is equal to √(e⁻) എന്നതുമാണ്. അപ്പോൾ E⁻ൻ്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് 8mv⁵2/3e divided by h², സ്ക്വയർ റൂട്ട് ഉണ്ടാവും. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഇതാണ്. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1/2⁵3 all⁵n pi⁵3n/2 r പവർ ഓഫ് ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 8mv⁵2/3e divided by h² all⁵3n/2 എന്ന് വരും. കാരണം റൂട്ട് വരുന്നതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3n/2 ഫാക്ടോറിയൽ. ഓക്കെ.